നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1989 റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വാസിലി മാലിനിനും കോൺസ്റ്റാന്റിൻ ആൻഡ്രീവും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ മാലിനിൻ വൈറ്റ് സൈഡും ആൻഡ്രീവ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. അടുത്തായി വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. ഇത് ബെനോനി ഡിഫൻസ് ആണ്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് E6 E5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണെതിരെ ബിഷപ്പ് വെച്ച് ഡിസ്കവറേറ്റോ കൊടുക്കാം. അല്ലെങ്കിൽ ക്വീൻ വെച്ച് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ പോണിനെ തിരിച്ച് നേടിയെടുക്കാം. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം D5 മൂവ് ചെയ്യുന്നു. ഇവിടെ E6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് മോഡേൺ വേരിയേഷൻ. എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഗാംബിറ്റ് ചെയ്യാണ്. B5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ വെറുതെ കൊടുക്കുന്നു. ഈ ഗാംബിറ്റ് ബെങ്കോ ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗാംബിറ്റിൻ്റെ എല്ലാ വേരിയേഷനുകളും നമ്മുടെ ഓപ്പണിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ വിശദമായി തന്നെ കാണിക്കാം. ഇത് എപ്പോഴും പറയുന്ന പോലെ അല്ല, നമ്മൾ ഓപ്പണിംഗ് സീരീസ് ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള വീഡിയോസ് മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ആ പോണെ തിരിച്ച് നേടിയെടുക്കാൻ കഴിയില്ല. കാരണം വൈറ്റിനിപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനോടൊപ്പം ആ പോണിന് സപ്പോർട്ട് കൊടുക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിവിടെ ഒരു പോൺ പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്കിൻ്റെ പ്രധാന ഉദ്ദേശം ഈ A5 പോണിനെ കൂടെ വളരെ വേഗം അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ രണ്ട് ഫയലുകളും ഓപ്പൺ ചെയ്യുകയും മറ്റ് പീസുകൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കൂടുതൽ സ്പേസ് ഉണ്ടാക്കുകയാണ് പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ ഗാംബിറ്റ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ വൈറ്റ് പോൺ വെച്ച് പോണിട്ടെടുത്തോടെ ഈ ഗാംബിറ്റ് പകുതി അക്സെപ്റ്റ് ചെയ്തു എന്ന് കണക്കാക്കാം. ബ്ലാക്ക് ഗാംബിറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. A6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ പോൺ വെച്ച് പോണിട്ടെടുക്കുന്നതെങ്കിൽ മാത്രമാണ് ബ്ലാക്കിൻ്റെ ഈ ഗാംബിറ്റ് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. വൈറ്റിപ്പോൾ വേണമെങ്കിൽ ഈ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ B6 മൂവ് ചെയ്തുകൊണ്ട് ആ ലാഭം കിട്ടിയ പോണിനെ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാം. അത് മോഡേൺ വേരിയേഷൻ ആണ്. ഇവിടെ എന്തായാലും വൈറ്റ് ആ ഗാംബിറ്റ് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചിടുന്നു. ഈ ഓപ്പണിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരുപാട് പേർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നറിയാം. എന്നാലും അറിയാത്തവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് കുറച്ച് വിശദമായിട്ട് തന്നെ പറയുന്നത്. അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട, ഗെയിം മാത്രം കാണിച്ചാൽ മതി എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കായിട്ട് നമ്മുടെ ഈ സെയിം ഗെയിം നമ്മുടെ സെക്കൻഡ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് ഈ ഗെയിം പൂർണ്ണമായിട്ടും കണ്ടു തീർക്കാം. ഈ ഗെയിം മാത്രമല്ല, നമ്മുടെ നോർവേ ചെസ്സിലെ മുഴുവൻ ഗെയിമുകളും അതുപോലെ ഇപ്പോൾ നടന്ന നമ്മുടെ പ്രധാന ടൂർണമെൻറ്റിലെ എല്ലാ ഗെയിമുകളും ആ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ആ ലിങ്കുകൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെസ് ബാറ്റിൽസ് 2.0 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ @ സിമ്പിൾ കൂടി ചേർത്താൽ കൃത്യമായിട്ടും ആ ചാനലിലേക്ക് തന്നെ പോകും. നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഇനി വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. ഇനി ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റും അതിന് തന്നെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റും ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്ലിംഗിന് ശ്രമിക്കുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം H4 മൂവ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോഴും അത് ചെയ്യുന്നില്ല. പകരം ഈ പോൺ വെച്ച് ബ്ലാക്കിൻ്റെ കിങ് സൈഡ് വീക്കാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ എടുക്കാതെ പോണിനെ മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ H6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് വരാനും അതിനുശേഷം ക്വീൻ ഉപയോഗിച്ച് ഈ G5 പോണിനെതിരെ അറ്റാക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഗെയിമിൻ്റെ ആദ്യം മുതൽ വൈറ്റ് ഇവിടെ കാസ്ലിങ്ങിന് ശ്രമിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഇത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അടുത്ത മൂവ് വരുന്നത്. വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്.
റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് റൂക്കിൻ്റെ എടുക്കുന്നു. വൈറ്റ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. വൈറ്റ് അടുത്തായിട്ട് ക്വീനെ ഡെവലപ്പ് ചെയ്യാണ്. ക്വീനെ C2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് H7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് അറ്റാക്കിന് ശ്രമിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലെ പോൺ സ്ട്രക്ചർ കുറച്ച് വീക്കായിട്ടുണ്ടെങ്കിലും അവിടേക്ക് ബിഷപ്പും നൈറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കിങ് സൈഡ് ഏകദേശം സേഫാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു അറ്റാക്ക് ആരംഭിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ B5 ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ കിങ്ങിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൂടുതൽ സേഫാക്കാനായിരിക്കും കൂടുതൽ പേരും ചിന്തിക്കുന്നത്. എന്നാൽ ഗെയിമിൻ്റെ ആദ്യം മുതൽ സംഭവിക്കുന്ന പോലെ തന്നെ വൈറ്റ് ഇവിടെ വീണ്ടും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. ക്വീൻ സൈഡിലേക്ക് കാസലും ചെയ്തുകൊണ്ട് കിങ്ങിനെ അവിടേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്കിന് കാര്യങ്ങൾ കുറച്ച് ഈസി ആയിട്ടുണ്ട്. ബ്ലാക്ക് വേഗം തന്നെ ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. ക്വീനെ A5ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും വൈറ്റിൻ്റെ കിങ്ങുള്ള ഭാഗത്തേക്ക് അറ്റാക്കിന് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിനെതിരെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വന്നിട്ടും വൈറ്റ് ഇവിടെ ഈ നൈറ്റിനെ തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവന്ന് ഈ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്ക് അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് D5ലെ പോണായിട്ട് എടുത്തുകൊണ്ട് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റ് ആണെങ്കിൽ ഈ ഡയഗണൽ പൂർണ്ണമായിട്ടും ഓപ്പൺ ആകും. അതുകൊണ്ട് തന്നെ റൂക്കും ബിഷപ്പും ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് കൊടുക്കാനും ക്വീൻ ഇവിടെ നിന്ന് മാറുമ്പോൾ ഈ ക്വീൻ്റെയും ഈ ബിഷപ്പിൻ്റെയും സഹായത്തോടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വന്നിട്ടും വൈറ്റ് ഇപ്പോഴും ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ബ്ലാക്കിൻ്റെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ പ്ലാൻ ഏകദേശം വിജയിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ഇവിടെ റൂക്ക് ഉപയോഗിച്ച് B2ലെ പോണായിട്ട് എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഒരേ സമയം വൈറ്റിൻ്റെ ക്വീനും A2ലെ പോണും അറ്റാക്കിലാണ്. ഇപ്പോൾ ഈ ക്വീൻ എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ ക്വീൻ ഉപയോഗിച്ച് A2ലെ പോണായിട്ട് എടുക്കുകയും വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റ് എങ്ങനെയാകും ഈ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും വളരെ വേഗം തന്നെ കണ്ടുപിടിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം നൈറ്റ് ഉപയോഗിച്ച് E7ലെ പോണായിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ബ്ലാക്ക് കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി വീഡിയോ പോസ് ചെയ്ത ശേഷം അടുത്ത മൂവ് കണ്ടുപിടിക്കാൻ പറയണമെങ്കിൽ ഏകദേശം എല്ലാ മൂവിലും പറയേണ്ടി വരും. അതുകൊണ്ട് ഓരോ മൂവിലും പറയുന്നില്ല. ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങൾ തന്നെ പോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റിൻ്റെ ക്വീൻ ഇപ്പോഴും അറ്റാക്കിലാണ്. വൈറ്റ് ഇവിടെ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത്. ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഒരു സാക്രിഫൈസും ചെയ്യുകയാണ്. ക്വീൻ ഉപയോഗിച്ച് H7ലെ പോണായിട്ട് എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. കിങ് ഉപയോഗിച്ച് ക്വീനെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് സ്ക്വയറുകളിലും വൈറ്റിൻ്റെ നൈറ്റിന് കൺട്രോളുണ്ട്. ഇവിടേക്ക് റൂക്ക് ഉപയോഗിച്ച് അറ്റാക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അനസ്തേഷ്യസ് മേറ്റ് എന്ന ചെക്ക് മേറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് അടുത്ത മൂവിൽ റൂക്ക് ഉപയോഗിച്ച് H5ലെ പോണായിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. സാധാരണ ഇങ്ങനെ അനസ്തേഷ്യസ് മേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബിഷപ്പിന് പകരം ഒരു പോണായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിഷപ്പിന് പകരം പോണായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊരു ചെക്ക് മേറ്റാണ്. എന്നാൽ ഇവിടെ ബിഷപ്പ് ഉള്ളത് കാരണം ഗെയിമിലൊരു ടെസ്റ്റ് സംഭവിക്കുകയാണ്. ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെക്ക് ബ്ലോക്കും ആയിട്ടുണ്ട്. അതുപോലെ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസും ആയിട്ടുണ്ട്. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് ആ ബിഷപ്പിന് വേണ്ടി വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ റൂക്ക് അറ്റാക്കിലാണെങ്കിലും വൈറ്റിന് കിങ് ഉപയോഗിച്ച് തന്നെ വെട്ടിമാറ്റാൻ പറ്റില്ല. അങ്ങനെ
കിങ് വെച്ച് റൂക്കിന് ഇട്ടിരിക്കുകയാണെങ്കിൽ അടുത്ത റൂക്ക് വെച്ച് ചെക്ക് വരും. ഈ ഡയഗണിലേക്ക് ക്വീനിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. എവിടേക്ക് തന്നെ പോയാലും വളരെ വേഗത്തിൽ ചെക്ക് ആണ്. ഉദാഹരണത്തിന് A1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ C3ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് ആവും. അല്ലാതെ C2ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീന് വെച്ച് A2ലെ പോൺ ഇട്ടതുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ ഈ ഡയഗണിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇനിയുള്ള ഓപ്ഷൻ ഈ 3 സ്ക്വയറിലേക്ക് എവിടേക്കെങ്കിലും പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ C3ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീന് പോയി ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് ആണ്. അല്ലാതെ C1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും റൂക്ക് പോയി ചെക്ക് വരുമ്പോൾ ചെക്ക് ആവും. D1ലേക്ക് മൂവ് ചെയ്താലും ഏകദേശം അതേ തന്നെ അവസ്ഥ. ആദ്യം റൂക്ക് വെച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീൻ ഉപയോഗിച്ച് E2ലെ പോൺ ഇട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് ആവും. ആ ക്വീനിന് ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ എങ്ങനെയെന്ന് നോക്കിയാലും ഇപ്പോൾ വൈറ്റ് കിങ് ഉപയോഗിച്ച് ഈ റൂക്കിന് ഇട്ടിരിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ചെക്ക് ആവും. അതുകൊണ്ട് കിങ് ഉപയോഗിച്ച് റൂക്കിന് ഇട്ടുന്നില്ല. പകരം നൈറ്റിനെ F5 കൊണ്ടുവന്ന് വീണ്ടും ഒരു ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരു ഓപ്ഷനേ ഉള്ളൂ, G8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് വീണ്ടും ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് തിരിച്ച് G7ലേക്ക് തന്നെ വരാൻ കഴിയും. അല്ലാതെ ഇപ്പോഴും കിങ് ഉപയോഗിച്ച് റൂക്കിന് ഇട്ടിരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വേഗത്തിൽ ഇവിടെ തോൽക്കേണ്ടി വരും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. അതുപോലെ H8 സ്ക്വയർ വൈറ്റിൻ്റെ കൺട്രോളിലും ആയിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്ത് ചെക്ക്മെറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ബ്ലാക്ക് ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ചെക്ക്മെറ്റ് ഭീഷണിയുണ്ട്. അതുപോലെ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഈ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. റൂക്കിനെ C2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്യാതെ ഇപ്പോൾ കിങ്ങിനെ B1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ കിങ്ങിനെ D1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് E2ലെ പോണിട്ട് ചെക്ക് വരും. അപ്പോൾ എന്തായാലും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീന് വെച്ച് A2ലെ പോണിട്ട് ചെക്ക് വരികയും ഈ ബിഷപ്പിൻ്റെയും ഈ റൂക്കിൻ്റെയും സഹായത്തോടെ വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ആദ്യം തന്നെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീന് ഉപയോഗിച്ച് A2ലെ പോണിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ ഡയഗണിലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് കിങ്ങിനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നത് അത്ര നല്ല മൂവല്ല. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ എങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ B2ലേക്ക് കൊണ്ടുവന്ന് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെക്ക് ബ്ലോക്കായിട്ടുണ്ട്. അതിനോടൊപ്പം ഈ മെയ്റ്റിൻ ത്രെഡ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനിനെ C4ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ആ ചെക്ക് വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ചെക്ക് ബ്ലോക്കായിട്ടുണ്ട്. അതുപോലെ ആ മെയ്റ്റിൻ ത്രെഡ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ തുടർച്ചയായിട്ടുള്ള ചെക്കുകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു സമനില രണ്ടുപേർക്കും താല്പര്യമില്ല. രണ്ടുപേർക്കും ഇവിടെ വിജയിക്കണം എന്നതാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ചെക്കുകൾ കൊടുക്കുന്നില്ല. പകരം ഈ വൈറ്റിൻ്റെ ബിഷപ്പിനെ ഈ പിന്നിങ്ങിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ F6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസും ആയിട്ടുണ്ട്. അതുപോലെ കിങ്ങിനും മൂവ് ചെയ്യാൻ സ്പേസും ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വൈറ്റ് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് H8ലേക്ക് തന്നെ മൂവ് ചെയ്യാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല. പകരം മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള മൂവാണ് ചെയ്യുന്നത്. നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇത് ഒരേ സമയം വളരെ മികച്ച മൂവായും അതേസമയം തന്നെ വളരെ മോശം മൂവായും കണക്കാക്കാൻ പറ്റുന്ന ഒരു മൂവാണ്. കാരണം ബ്ലാക്ക് ഇപ്പോൾ കൃത്യമായ മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ആ മൂവ് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ബ്രില്യൻ മൂവായിട്ട് കണക്കാക്കുന്നതെന്ന് നോക്കാം. അതായത് വൈറ്റിൻ്റെ നൈറ്റ് ഇങ്ങോട്ടേക്ക് വന്നതോടെ H7 സ്ക്വയറിലേക്ക് വൈറ്റിന് ഒരു കൺട്രോളൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മൂവിൽ വൈറ്റിന് നൈറ്റിനെ E7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. അപ്പോൾ കിങ്ങിന് G7ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യാം. അല്ലാതെ ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിലും വൈറ്റിന് വിജയിക്കാൻ കഴിയും. അതായത് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ
ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാം. ഈ സ്ക്വയർ നൈറ്റിൻ്റെ കൺട്രോളായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ കിങ്ങിന് F7ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് വെച്ച് D6 പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും നൈറ്റ് വെച്ച് ക്വീനോട്ട് എടുക്കാം. ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടായാലും പ്രശ്നമല്ല. ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം വൈറ്റിന് ഒരു എക്സ്ട്രാ പീസും ഒരു എക്സ്ട്രാ പോണും ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിന് വിജയിക്കാൻ കഴിയും. ഈ പൊസിഷനിൽ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് തന്നെ പകരം ആദ്യം റൂക്ക് വെച്ച് റൂക്കിനോട്ടെല്ലാം പ്രശ്നമില്ല, ബിഷപ്പ് വെച്ച് തിരിച്ചു കേട്ടാം. അതിനുശേഷം ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റിന് ഒരു ബിഷപ്പും ഒരു പോണും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ റൂക്കിനെ F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ഈ നൈറ്റും റൂക്കും തമ്മിൽ ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നതായിരുന്നു ബ്ലാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ അറ്റാക്കും ഡിഫെൻസും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഇപ്പോൾ റൂക്കിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം റൂക്കിനെ E8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ E7ലേക്ക് റൂക്കിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസും ആയിട്ടുണ്ട്. ഇത്രയുമാണ് ഡിഫെൻസിങ് മൂവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഈ മൂവ് ഒരേ സമയം അറ്റാക്കിംഗ് മൂവാണ്. ഇപ്പോൾ ഈ റൂക്കിന് E2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ റൂക്ക് വെച്ച് E2ലെ പോയിന്റ് എടുത്തോട്ട് ചെക്ക് കൊടുക്കുകയും ഇവിടെ ഈ ക്വീൻ്റെ സഹായത്തോടെ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ വൈറ്റ് ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരുപാട് നല്ല മൂവുകളുണ്ട്. ഇപ്പോൾ ഈ റൂക്കിൻ്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് വേണമെങ്കിൽ E3 മൂവ് ചെയ്താൽ തന്നെ ഈ റൂക്കിൻ്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാം. അപ്പോഴും ഉള്ള പ്രശ്നം ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ ക്വീൻ D3ലേക്ക് വന്ന് ചെക്ക് വരുമെന്നുള്ളതാണ്. അല്ലാതെ ഈ റൂക്ക് വെച്ച് വേണമെങ്കിൽ ചെക്ക് കൊടുക്കാം, എന്നാൽ കിങ് H8ലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചെക്ക് ആവർത്തിക്കേണ്ടി വരും. എന്നാൽ വൈറ്റ് ഇവിടെ വളരെ മികച്ചൊരു സാക്രിഫൈസിലൂടെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു ഫോർക്കിൻ ചെക്കാണ്. ഇപ്പോൾ ചെക്കുമാണ്, ക്വീനെതിരെ അറ്റാക്കുമാണ്. ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ ബ്ലാക്കിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണം. അല്ലാതെ ഈ സ്കോറുകളെല്ലാം നൈറ്റുകളും റൂക്ക് വെച്ച് കൺട്രോളിലായതുകൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ F8ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ റൂക്ക് വെച്ച് ചെക്ക് വരികയാണെങ്കിലും അടുത്ത 4 മൂവിൽ ചെക്ക്മേറ്റ് ആവും. ആ 4 മൂവിലെ ചെക്ക്മേറ്റുകൾ കാണിച്ച് സമയം കളയുന്നില്ല. നല്ലോണം സമയമെടുത്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കണ്ടുപിടിക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്നതിൽ 2 പേർക്ക് ഒരു ചെറിയ സമ്മാനമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തെങ്കിലും അടുത്ത 4 മൂവിൽ ചെക്ക്മേറ്റ് തന്നെയാണ്. ആവശ്യമുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്കിനെ H8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ വേറെ വഴിയില്ല. കാരണം ഈ 2 സ്ക്വയറുകളും നൈറ്റുകളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ അതും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഇനിയാണ് ആ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പിനെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി വെറുതെ സാക്രിഫൈസ് ചെയ്തതെന്ന്. വൈറ്റ് ഇവിടെ വെറുതെ ഒരു സാക്രിഫൈസ് അല്ല ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്ന ക്വീനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കുക എന്നായിരുന്നു ആ സാക്രിഫൈസിൻ്റെ ഉദ്ദേശം. ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെ പിൻ ഒഴിവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ബിഷപ്പ് വെച്ച് F6ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോഴും കിങ്ങിന് പോകാൻ അധികം സ്കോറുകളില്ല, ഒരേ ഒരു സ്കോറിലേക്കേ മാറാൻ കഴിയുള്ളൂ. കിങ്ങിനെ G8ലേക്ക് മാറ്റേണ്ടി വരുന്നു. ഇനി അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്.
ആദ്യം നൈറ്റിനെ H6 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോഴും കിങ്ങിന് മാറാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോളുണ്ട്, ഇവിടേക്ക് അടുത്ത നൈറ്റിനും കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു സ്ക്വയറിലേക്കേ മാറാൻ കഴിയുള്ളൂ. കിങ് F8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് നൈറ്റ് H7 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുത്തതോടെ ചെക്ക്മേറ്റ് ആകാമായിരുന്നു. ഇപ്പോൾ ഈ 2 സ്ക്വയറുകളും ബിഷപ്പിൻ്റെ കൺട്രോളിലാണ്. ഈ 2 സ്ക്വയറുകളിലേക്കും നൈറ്റിന് കൺട്രോളുണ്ട്. കിങ് ചെക്കിലുമാണ്, അതോടെ ചെക്ക്മേറ്റായി. ഇവിടെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു മൂവ് ചെക്കില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 2 മൂവിൽ ബ്ലാക്കിന് വിജയിക്കാൻ കഴിയും. ആദ്യം റൂക്ക് വെച്ച് E2 പോണിട്ട് ചെക്ക് വരും, അത് കഴിഞ്ഞ് ക്യൂവിന് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റാണ്. ഇങ്ങനെ 2 ഭാഗത്തു നിന്നും സാക്രിഫൈസുകളും വളരെ മികച്ച മൂവുകളുള്ള വളരെ മികച്ചൊരു ഗെയിമായിരുന്നു. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ പൊസിഷനിൽ ബിഷപ്പ് വെച്ച് ഇങ്ങനൊരു ഫോർക്കിൻ ചെക്ക് വരുമ്പോൾ ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിലും അടുത്ത 4 മൂവിൽ ചെക്ക്മേറ്റ് ആകുമായിരുന്നു. ആ 4 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്ന 2 പേർക്ക് ചെറിയൊരു സമ്മാനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.